ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു തോരൻ പരിചയപ്പെട്ടാലോ? അതിന് നമുക്ക് പറമ്പിലേക്ക് പോകാം. നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ പ്രകൃതിയിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടോ, ഇതാണ് സംഭവം. പ്ലാവിൻ്റെ കുരുന്ന പ്ലാവില. പ്ലാവിലയിൽ ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്ന് നമുക്കറിയാം. വയറ് കുറയാനും പ്രമേഹം കുറയാനും തടി കുറയാനും ഒക്കെ ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അതുപോലെ തോരൻ വെക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഈ പ്ലാവുണ്ടല്ലോ 30 വർഷം പഴക്കമുള്ളതാണ്. എൻ്റെ അമ്മ നട്ട പ്ലാവാണിത്. ഇതിലെ ചക്ക തേൻ വരിക്കയെന്ന് വേണേൽ പറയാം, അത്ര മധുരമാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ എടുക്കുന്നു. പിന്നെ കറിവേപ്പില, തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് സബോള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കൊച്ചുള്ളി വേണമെങ്കിലും നമുക്ക് ചേർക്കാം, പക്ഷേ സബോളയാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചട്ടി അടുപ്പേ വെക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കണം. എണ്ണ ചൂടായിട്ട് കടുകിടണം. പക്ഷേ ഞാനിപ്പോൾ ഇച്ചിരി നേരത്തെ അങ്ങിട്ട് പോയി കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എണ്ണ ചൂടായപ്പോൾ അത് നന്നായിട്ട് പൊട്ടി. പിന്നെ നമ്മൾ കറിവേപ്പില ഇടുന്നു. പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ അരിഞ്ഞു വെച്ച സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഒന്ന് വഴന്ന് വരണം. നല്ല ഗോൾഡൻ കളറിലൊന്നും മൂക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് കണ്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് ഇലയാകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടണം. പിന്നെ ആ ചതച്ച് വെച്ച ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചതയ്ക്കുന്നുണ്ട്, അതറിയാമല്ലോ. ചതച്ച് കഴിഞ്ഞിട്ട് ആ ചതച്ച അരപ്പും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഇലയും കൂടെ അതിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ അങ്ങ് ഇളക്കണം. ഇളക്കി എല്ലാം ഒന്ന് മിക്സാകണം. ഉപ്പും ചതച്ചതും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേ നല്ല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാണ് സാധനം.